ഞാൻ പറഞ്ഞു വന്ന ബഹുമാനികളെ, ഒറ്റയ്ക്കെങ്ങും പോവില്ലായിരുന്നല്ലോ. ഈ പരിയുള്ളാജിയുടെ ആ കാര്യം അപ്പൊ എനിക്കിത് ഇതിനകത്ത് മറന്നുപോവില്ല. അള്ളാഹുവേ, മേക്കാലടി പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് മനോഹരമായ ഖബറിടത്തിൽ കിടക്കുന്ന ആ സാധു കിടക്കുന്ന ഇടം റബ്ബേ നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ പടച്ചതമ്പുരാനേ. അങ്കമാലി പള്ളിയിൽ സഹോദരിമാര് നിസ്കരിക്കുന്ന ഭാഗം ഫരീദുള്ള ഹാജിയുടെയും അദ്ദേഹത്തിന്റെ അളിയന്റെയും മാത്രം, വേറെ ആരുടെയും ഒരു പൈസയില്ല. അള്ളാഹുവെ, ജാരിയായ സദഖയാക്കി അവിടെ നടക്കുന്ന എല്ലാ സുജൂദിന്റെയും കൂലി ആ പാവപ്പെട്ടവന് കിട്ടാൻ ഉപകരിക്കുന്ന നന്മയാക്കടേ പടച്ചവനെ. ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോ ഒന്ന് മനസ്സുകൊണ്ടൊന്ന് കരുത്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടാണോ ഞാൻ പോണേന്ന്. മരിച്ചിട്ടല്ല, ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കാർക്കും ബാധകാവുന്ന കേസല്ല ഈ പറയണത്. അത് കുറച്ച് ആൾക്കാരിൽ പെട്ടതാണ് പരിയുള്ളാജി. ആവുമ്പോ മരിക്കാമെന്നത് ഞാൻ പറഞ്ഞു എന്താണെന്നറിയോ? ഈ ഫരീദുള്ള ഹാജി ബാത്റൂമിലേക്ക് കയറിയിരുന്നാൽ അകത്തൊന്ന് കുറ്റിയിടൂല. കാരണം എന്താ? അദ്ദേഹത്തിന് പേടിയാണ്. മൂത്രമൊഴിക്കാനോ മലവിസർജനം ചെയ്യാനോ ടോയ്ലറ്റിന്റെ ഉള്ളിലേക്ക് കയറിയിരുന്നാൽ അകത്തുനിന്ന് കുറ്റിയിടൂല. എന്തേ? അകത്തുനിന്ന് കുറ്റിയിട്ടാൽ അദ്ദേഹത്തിന് ഭയമാണ്. ഇത്രമാത്രം പേടിച്ചവനെ ഇന്നൽ ഹബീബ മിനൽ അഹബാബി മുഖതലസൻ ലാ യംനഉൽ മൗതബ വബും വലാ ഹറസു. എത്ര സുരക്ഷ നീ ഉണ്ടാക്കിയാലും, ഏതെല്ലാം കേന്ദ്രത്തിൽ നീ ഒളിച്ചാലും, എന്തെല്ലാം സംവിധാനങ്ങൾ നീ സംവിധാനിച്ചാലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുഖറബായ മലക്ക് ജിബ്രീൽ നിന്നെ കീഴ്പ്പെടുത്തും. അങ്ങനെയുള്ള പടപ്പാ മോളെയാ വന്നിരിക്കുന്നത്. ഇങ്ങനെ മൂന്നെണ്ണം പരിചയപ്പെടുത്തി കൊടുത്തിട്ട് വലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ് കേറി വന്നു. മലക്ക് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കേറി വന്ന് ചോദിച്ചു, സൈറൻ അം ഖാബിലൻ യാ അസ്റായിൽ, സന്ദർശനമാണോ അതല്ല റൂഹ് പിടിക്കലാണോ ലക്ഷ്യം? മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കലാണ് ലക്ഷ്യം. അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ആരെയും സന്ദർശിക്കാറില്ല. അവിടുന്ന് തൃപ്തിപ്പെട്ടാൽ അവിടത്തെ ആത്മാവിനെ ഭയം വളരെ മയമായ നിലയ്ക്ക് ഊരിയെടുക്കാൻ പടച്ചതമ്പുരാൻ എന്നെ പറഞ്ഞയച്ചതാണ് റസൂലുള്ളാഹ്. പൊന്നാരവി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യം ചെയ്തിട്ടൊരു കാര്യം പറഞ്ഞു. നമ്മൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മരുന്ന് തന്നിട്ടേ പോവുള്ളൂ, 2 മണിക്കൂർ കൊണ്ട് പരിപാടി നിർത്തും. സത്യം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വർത്താനം പറഞ്ഞു. വല്ലദീ നഫ്സി ബിയദി ലയൻഖുദനൽ ഇസ്ലാമു ഉർവതൻ ഉർവ. പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. ദീനി സംസ്കാരത്തിൽ നിന്ന് സമുദായം ഘട്ടം ഘട്ടമായി പിന്നോട്ട് പോകും. എന്ന് പറഞ്ഞാൽ ദീൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഘട്ടം 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 ഘട്ടമായിട്ട്. എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സെക്രട്ടറി ഇവിടെ ക്ഷമ പറഞ്ഞതുപോലെ, പാവം അതേ ക്ഷമ പറഞ്ഞില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതൊക്കെ ഇച്ചിരി അധികം പറ്റേക്കും, അങ്ങനെയൊന്നും പറയണ്ട. ഘട്ടം ഘട്ടമായിട്ട് ഇസ്ലാം പോകുമെന്ന് പറഞ്ഞാല് എനിക്കിപ്പോ 59ാമത്തെ വയസ്സിലാണ് ഞാൻ നടക്കുന്നത്. 59. എനിക്ക് ഈ കാര്യങ്ങൾ തിരിച്ചറിയാൻ ഉള്ള പ്രായം എത്ര വർഷമായിട്ടുണ്ടാവും? ഒരു 15 വയസ്സ് എൻ്റെ കൂടെ കള എന്ന് പറഞ്ഞാൽ അത് ഒരു പക്വത വരുന്നതിന് മുമ്പുള്ള പ്രായമാണ്. ഒരു 45 കൊല്ലായില്ലേ ഞാനിവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട്. 45 കൊല്ലം മുമ്പ് ഈ സമുദായം ഹറാമാണെന്ന് പറഞ്ഞത് ഇന്ന് ഈ സമുദായത്തിന് ഫർളാണ്. ശ്രദ്ധിച്ചോട്ടോ എല്ലാവരും. 45 കൊല്ലം മുമ്പ് ഇവിടെ ഇരിക്കുന്ന കാരണന്മാർ പറഞ്ഞു അത് ഹറാമാ ഹറാമാ. ഇവിടുത്തെ ഉസ്താദന്മാർ പറഞ്ഞു അത് ഹറാമാ ഹറാമാ. ഇപ്പൊ കാരണന്മാരും ഉസ്താദന്മാരും ഒക്കെ പറയുന്നു അത് നമുക്ക് ഫർളാ ഫർളാ ഫർളാ. ഞാൻ പറഞ്ഞു തരട്ടെ എന്താന്ന്. ഒരു ഉദാഹരണം. ഒരു 45 കൊല്ലം മുമ്പ് ഒരു നിക്കാഹിന്റെ മജ്ലിസില് ഉസ്താദ് അടക്കമുള്ളവർ ഇരിക്കുമ്പോഴേ ഒരു ക്യാമറയും കൊണ്ട് ആരെങ്കിലും വന്നാൽ ഉസ്താദ് ചാടണ ചാട്ടം കാണണം, കാരണന്മാർ ഓടണ ഓട്ടം കാണണം, ഈ ക്യാമറ പോണ പോക്ക് കാണണം. 45 കൊല്ലം മുമ്പ് ഒരു സ്ഥലത്തൊരു സംഭവം ഉണ്ടായി. സ്ഥലം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ അബ്ദുൽക്കാർ ഇവിടെ ഒരു കെണി ഉണ്ടാക്കി വെച്ചേക്കും. ഞാനിവിടെ ഇറങ്ങിട്ട് ചോദിക്കുമ്പോ പറഞ്ഞുതരാം. ഒരു സ്ഥലത്ത് ഖത്തീബ് പറഞ്ഞു എന്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല. ഈ ക്യാമറാമാന് ദേഷ്യം വന്നിട്ട് അവൻ ഇങ്ങനെ പിടിച്ചു ഇയാളുടെ 2-3 അപ്പൊ ഇയാൾ ചെയ്ത പണി എന്താണെന്നറിയാം? ഇതേ ഇങ്ങനെ അങ്ങോട്ട് തുണി ഇട്ട് കഴിഞ്ഞപ്പോ അത് പിടിച്ചു.
എന്നിട്ട് ഇതേ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ കാക്ക ഇങ്ങനെ കസേരയിലൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഈ പടം പിടിച്ചതെല്ലാം കൂടെ ഒരു പുസ്തകമാക്കി കൊണ്ടുവന്ന് കാക്കയുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് കാക്കാനെ ഇങ്ങനെ മറിച്ച് കാണിക്കുമ്പോണ്ടാ മുഖത്ത് തുണിയിട്ടുണ്ട്. ഇതെന്താണ് മോനെ, തീവ്രവാദി? ഇത് തീവ്രവാദി അല്ല അപ്പ, പിന്നെ ഖത്തീബ് ഉസ്താദ് കാണിച്ചങ്ങനെ പോലെ എന്താ ഫോട്ടോ എടുക്കണവനോട് ചൂടായി. അപ്പൊ അവൻ പോകാണ്ടായി കഴിഞ്ഞപ്പോ അയാൾ ചെയ്തേക്കണം പണിയത്. അപ്പൊ തന്നെ ബന്ധുക്കാരന് ഫോൺ ചെയ്തു. ബന്ധുക്കാരൻ പള്ളിയുടെ പ്രസിഡന്റാ. പിറ്റേ വെള്ളിയാഴ്ച ഖത്തീബിനോട് പിരിച്ചു വിട്ടു. ആ ഖത്തീബ് ഇപ്പോഴും ദുനിയാവിലെ ഹയാത്തോടെ ഇട്ടിട്ട് അയാൾ മരിച്ചിട്ടില്ല. പള്ളി ഏതാന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോ ചോദിക്കുക, ഖത്തീബ് ഏതാന്ന് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഇത്രമാത്രം ഗൗരവം അന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ എവിടെ എത്തി? ഹജ്ജിന് പോകാൻ ഫോട്ടോ എടുക്കണമല്ലോ ഉസ്താദ്, അതിന്റെ വിധി എന്താ? രാവിലെ ചെന്ന് ചോദിക്കുമ്പോ ഉസ്താദ് പറയും വൈകുന്നേരം വാ, ഞാൻ കിതാബ് നോക്കട്ടെ. ഒറ്റയടിക്ക് ഹലാലാന്ന് പറയണില്ല. അപ്പൊ പറയും വൈകുന്നേരം വരുമ്പോ പറയും നിങ്ങൾ നാളെ വാ, ഞാൻ ഒന്നോടെ നോക്കട്ടെ. പിറ്റേന്ന് ചെല്ലുമ്പോ പറയും ഇത്രയല്ലേ എടുക്കണുള്ളൂ. അതെ, അതിന്റെ ആവശ്യം കഴിയുമ്പോ അത് കീറിക്കളയണം കേട്ടോ. അങ്ങനെ പോയി എടുക്ക്, അല്ലാണ്ട് ഇപ്പൊ നിവൃത്തിയില്ലല്ലോ. ഈ നിലയ്ക്ക് ഫോട്ടോയിനെ കൈകാര്യം ചെയ്തവരാണ് നമ്മുടെ മുൻഗാമികളെങ്കിൽ ഇന്ന് ഫോട്ടോ എവിടെ എത്തി ബഹുമാനികളെ? ഇന്നും ഈ ഫോട്ടോയിനെ എതിർക്കുന്ന ഉലമാക്കൾ ഈ സമൂഹത്തിലില്ലേ? ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി അസ്രത്ത് എന്ന് പറയുന്ന പിന്നെ നമ്മുടെ മന്നാനിയ യൂണിവേഴ്സിറ്റിയിലെ ഷെയ്ഖുൽ ഹദീസ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട റഹ്മാനിയ കോളേജിന്റെ ചെയർമാൻ എന്ന് പറയുന്ന കേരളത്തിലെ തമിഴ്നാട്ടിലെ മുഴുവൻ ആലിമീങ്ങളും ആദരിക്കുന്ന മഹാനാണ് അദ്ദേഹം. എവിടെയെങ്കിലും ക്യാമറയുടെ അനക്കം കണ്ടാൽ ആ ഭാഗത്തേക്ക് ചെല്ലൂല. MF എടുത്ത കുട്ടികൾ ഇവിടെ ഉണ്ടല്ലോ, MF എടുത്ത ഉലമാക്കള് വെല്ലൂർ ബാക്യാത്യാസാലിയത്ത് ചെന്നിട്ട് അവിടെ മൊബൈലിനകത്തൊരു ഫോട്ടോ എടുത്തു നോക്കിയേ. ഫോട്ടോ മൊബൈൽ അവിടെ തിരിച്ചു കിട്ടുമെന്ന് കാണിച്ചുതരാം. ഇന്നും ഇതിനെ സൂക്ഷിക്കുന്ന ഉലമാക്കളുണ്ടെങ്കിൽ എന്താണ് ഇതിന് കാരണം ബഹുമാനികളെ? ഇവിടെ ശ്രദ്ധിച്ചോ, ഹദീസ് അറിയാം ഉസ്താദന്മാർക്ക്. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി വീട്ടിലേക്ക് കയറി വരികയാണ്. വീട്ടിലേക്ക് വരുന്നത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്ത് തുഹറയാകുന്ന കുടുംബിനി കാണുകയാണ്. കുടുംബനാഥനാകുന്ന റസൂലുള്ള വരികയാണല്ലോ. ഇരിക്കാനുള്ള ഇരിപ്പിടമെല്ലാം ഇങ്ങനെ ശരിയാക്കി. എന്നിട്ടിങ്ങനെ നിവർന്ന് നോക്കുമ്പോ കാണാം ഇങ്ങോട്ട് വന്ന ആള് ഇരട്ടി സ്പീഡിൽ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ്. ആയിഷ റളിയല്ലാഹു തആല ഓടി റസൂലുള്ളാഹിയുടെ മുമ്പിൽ വട്ടം കേറി നിന്നിട്ട് ചോദിക്കുന്നു, ഇന്നി അതൂബു ഇലല്ലാഹി വഇലാ റസൂലില്ലാഹ് മാദാ അദ്നബതു ബന്നാര നബിയേ, ഞാൻ അല്ലാഹുവോട് തൗബ ചെയ്യുകയാണ്, റസൂലുള്ളാഹിനോട് പൊറുക്കലിനെ തേടുകയാണ്. എന്ത് തെറ്റാണ് എന്റെ ഭാഗത്തുനിന്നുണ്ടായത് റസൂലുള്ളാഹ്? വീട്ടിലേക്ക് വന്ന നബി വീട്ടിൽ കയറാണ്ട് തിരിച്ചു പോകാൻ എന്താന്ന്? ഞാൻ എന്ത് തെറ്റായതേ, എന്നോട് പൊറുക്കണം. തിരിച്ചു നിന്ന നബി തങ്ങൾ വീട്ടിലേക്ക് ചൂണ്ടി, ആയിഷ ആ വാതയ്ക്ക് ഒരു തുണി തൂങ്ങി കിടപ്പുണ്ടല്ലോ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ കർട്ടൻ. അതേ റസൂലുള്ളാഹ്, ആ തുണി നിനക്ക് എവിടെ നിന്ന് കിട്ടിയത്? അത് എനിക്ക് ഇന്ന നിലയ്ക്ക് കിട്ടിയതാണ് റസൂലെ. ആ തുണിയിലെ ഒരു ജീവിയുടെ പടം ഉണ്ടല്ലോ ആയിഷ. അതേ റസൂലുള്ളാഹ്, ആ പടത്തിന് നാളെ മഹ്ശറയിൽ നിനക്ക് എന്നോട് റബ്ബ് ജീവനിടാൻ പറഞ്ഞാൽ ആ പടത്തിന് ജീവനിടാൻ നിനക്ക് കഴിയുമോ ആയിഷ? പടം കണ്ടിട്ടാണ് നബി തങ്ങൾ വീട്ടിലേക്ക് കയറാതെ തിരിച്ചു പോയത്. മറ്റൊരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലന്നൽ മലായികത്തു ദാറുൻ ഫീഹി സൂറുൻ വലാ കൽബുൻ നബിയിനാ റസൂലുള്ളാഹി. രൂപം പ്രദർശിപ്പിച്ചിരിക്കുന്ന വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾക്ക് പ്രവേശനമില്ല. നാട്ടിലെ പന്നീനെ പോരാഞ്ഞിട്ട് ദുബായിലെ പന്നീനെ കൊണ്ടുവന്നിട്ടാണ് ഷോക്കേസിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. നാട്ടിലെ പന്നി പോരാ. കാശ് മുടക്കിയിട്ട് ജനലിന്റെ ഗ്രില്ലേല് കുറുക്കന്റെ വായിൽ നിന്നും കൊക്ക് ഇങ്ങനെ മുള്ളു കുത്തിയെടുക്കണം. കാശ് കൊടുത്തുണ്ടാക്കിയാണ്. കാശ് കൊടുത്ത് കടിക്കണ വട്ടീനെ ഓടിക്കുന്ന കാരണന്മാർ പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും ഇരിക്കുന്ന വീട്ടിൽ നീ സക്രാത്തിന്റെ വരി വലിച്ചു കിടന്നാൽ റഹ്മത്തിന്റെ മലക്ക വീട്ടിലേക്ക് കേറൂല എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഫോട്ടോന്റെ ഗൗരവം കണ്ടോ? ഫോട്ടോ മാനികളെ അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്നറിയോ? ഈ പരിപാടി ഈ മക്കൾ ഇവിടെ സംഘടിപ്പിച്ചെങ്കിൽ കാലഘട്ടം എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. ഈ പരിപാടിയുടെ ഗൗരവം മനസ്സിലാക്കാനാ. നിങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാൻ പറയാ, ഇസ്ലാമിക സംസ്കാരത്തിന് സമുദായം പുറകോട്ട് പോകും ഘട്ടം ഘട്ടമായിട്ട്. അല്ലാഹ് പറയേണ്ട സ്ഥലത്ത് ലജ്ജ കൊണ്ട് പറയാൻ മടിക്കും. എനിക്ക് വിശാലമായി പറയേണ്ട വിഷയം ഇത്.
ഇങ്ങനെ ജനങ്ങൾ പുറകോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയേണ്ടടത്തിൽ പറയില്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയേണ്ടടത്തിൽ പറയില്ല. കാരണം എന്താ? ഞാനത് പറഞ്ഞാൽ അവര് കേൾക്കൂലേ, നാണാവും. ഇങ്ങനെ അല്ലാഹനെ സ്മരിക്കുന്നതിൽ നിന്നും ജനങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ എന്ന അവസ്ഥയാണോ സമുദായത്തിന്? ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് സമുദായം എത്തുമ്പോൾ നന്മ ഉപദേശിക്കാനും തിന്മ തടയാനും നിങ്ങൾ തയ്യാറാകണം. സമുദായം നശിച്ചുകൊണ്ടിരിക്കുക. ഈ സന്ദർഭത്തിൽ ഇവിടുത്തെ പള്ളിമിനാർ പൊക്കലല്ല ഇവിടുത്തെ ദീനുള്ളവർക്ക് വേണ്ടത്. ജനത്തിന് നന്മ പറഞ്ഞു കൊടുക്കുക, തിന്മയിൽ നിന്ന് ജനത്തിനെ തടയുക. അതല്ലേ ഈ 3 ദിവസം ഇവിടെ നടക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിന്, ഒരു സംരംഭത്തിന് നിങ്ങൾ ഒരുങ്ങിയില്ലെങ്കിൽ ഇങ്ങോട്ട് കേട്ടെ ലയുസല്ലത്തന്നല്ലാഹു അലൈക്കും ശിറാറക്കും വയസൂമൂനക്കും സൂഅൽ അദാബ് നബിയിനാ റസൂലുള്ളാഹി. നിങ്ങളുടെ രാജ്യത്തെ ഏറ്റവും വലിയ ധിക്കാരിയായ മനുഷ്യനെ അള്ളാഹു നിങ്ങളുടെ മേൽ ഭരണാധികാരിയാക്കി കൊണ്ടുവരും. എന്നിട്ട് അയാൾ ചെയ്യുന്ന എന്താ? യസൂമൂനക്കും സൂഅൽ അദാബ്. ഒരു മനുഷ്യനും ലോകത്ത് അനുഭവിക്കാത്ത വിധത്തിലുള്ള ദുരിതങ്ങളും വേദനകളും ദുരന്തങ്ങളും ആ ഭരണാധികാരിയിൽ നിന്നും അള്ളാഹു നിങ്ങളെ അനുഭവിപ്പിക്കും എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഭരണാധികാരി വന്നിട്ട് നിങ്ങൾക്ക് പാലും തേനും കോരി തരുമല്ല. ലോകത്ത് യഹൂദൻ അനുഭവിക്കാത്തത്, നസാറ അനുഭവിക്കാത്തത്, മജൂസി അനുഭവിക്കാത്തത്, ബുദ്ധൻ അനുഭവിക്കാത്തത് ഈ സമുദായത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഭവിപ്പിക്കും ആ ഭരണാധികാരിയെ കൊണ്ട്. അപ്പൊ ഈ മജ്ലിസുൽ ഇൽമിന്റെ പവർ നിങ്ങൾ മനസ്സിലാക്കിയോ? ശ്രദ്ധിച്ച്. എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു പരിപാടി ഇല്ല. ഇനി ഇതേ മരുന്ന് വന്നിട്ട് സലാത്തിൽ പിരിയാണ്. ഇവിടെ ശ്രദ്ധിച്ചോ, എല്ലാവരും ശ്രദ്ധിച്ച്. ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ എനിക്കൊന്ന് കാണണമല്ലോ. അസ്രായീൽ ഒന്ന് മുമ്പിലിരിക്കുക. ഞാൻ റൂഹ് പിടിക്കാൻ വന്നതാ നബി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ ഞാനും എന്റെ റബ്ബുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന, ബന്ധപ്പെടുത്തിയ ഇടയാളാകുന്ന ജിബ്രീലിനെ ഒന്ന് കാണണമല്ലോ. സെക്കൻഡ് കൊണ്ട് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുമ്പിൽ വന്നു, സലാം ചൊല്ലി. ബഹുമാനികളെ റസൂലുള്ളാഹി തങ്ങൾ സലാം ചൊല്ലി. ബഹുമാനപ്പെട്ട ജിബ്രീൽ താങ്ങാൻ പറ്റാത്ത സങ്കടമുണ്ട്. നേരെ നോക്കാൻ പോലും മടിച്ചുകൊണ്ടിട്ട് സലാം അടക്കിയപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ മുഖറബാകുന്ന മലക്ക് ജിബ്രീലേ, നമ്മൾ തമ്മിൽ പിരിയുകയാണല്ലോ. അൽ തൻസിലു മിൻ ബഅദി യാ ജിബ്രീൽ. നമ്മളുമായിട്ട് പിരിഞ്ഞു പോയതിന്റെ ശേഷം ഇനി ഭൂമിയിലേക്ക് ഇറങ്ങുമോ? ശ്രദ്ധിച്ചോട്ടോ, നമ്മൾ തമ്മിൽ പിരിയാണല്ലോ, ഇനി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമോ? നഅം മൻസിലു അശറ അർഫു ജവാഹിറു മിനൽ അർളി നബിയിനാ റസൂലുള്ളാഹി. തങ്ങൾ പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, റസൂലുള്ളാഹ് 10 പ്രാവശ്യം കൂടി ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങും. ഭൂമിയുടെ 10 രത്നങ്ങൾ ഞാൻ പൊക്കിക്കൊണ്ടുപോകും നബിയേ. 10 പ്രാവശ്യം കൂടെ ഇറങ്ങും. തങ്ങളുമായിട്ട് കണ്ടുപോയാൽ പിന്നെ 10 പ്രാവശ്യം ഇറങ്ങും. 10 രത്നങ്ങൾ ഭൂമിയുടെ പൊക്കിക്കൊണ്ടുപോകും. ചുമ്മാ ഞാൻ ആ 10 ചുമ്മാ നേണ്ടി പറയാം. അർഫുൽ ബറക്കത്ത മിനൽ അർളി. ഭൂമിയിൽ നിന്ന് ബർക്കത്ത് ഞാൻ ഉയർത്തിക്കൊണ്ടുപോകും. ഈ വർക്കത്തെ കയറി പിടിച്ചു കഴിഞ്ഞാൽ തീരുവോ? അൽ ബറക്കത്ത് ഫിൽ കബായിരി ഔ കമാ ഖാല റസൂലുള്ളാഹി. ബർക്കത്ത് വീട്ടിൽ വയസ്സന്മാരുണ്ടാകുന്നോണ്ടിട്ടാണെന്ന് ഒരു ഹദീസിൽ കാണാം. വീട്ടിൽ വാപ്പായും ഉമ്മായൊക്കെ ഉണ്ടോ? വയസ്സായ ഒരു വല്യപ്പ വല്യമ്മയൊക്കെ. ഇതൊക്കെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ബർക്കത്ത് നിലനിൽക്കുന്നു. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് ചന്തയിൽ പോയി ചാക്കിനകത്ത് കെട്ടി മേടിച്ചുകൊണ്ടുവന്ന സാധനമാണ് ഈ പറഞ്ഞ ബർക്കത്ത് എന്ന് പറഞ്ഞത്. ഞാൻ ഒന്നും പറയണില്ല. ഇതൊക്കെ വിശദീകരിക്കണമെങ്കിലേ സമയം അധികം വേണം. ഞാൻ അല്ലെങ്കിൽ തന്നെ ഈ വിഷയം എൻ്റെ പൊന്നാബീബ ഇതെങ്ങനെ ഇപ്പോൾ പറഞ്ഞു തീർക്കുക? കാരണം ഇതൊരു ദിവസം കൊണ്ട് ഒരിക്കലും പറഞ്ഞാൽ എത്ര വിഷയമല്ല. ഇവിടെ ശ്രദ്ധിച്ചപ്പോൾ ഒന്നാമത്തേത് ബർക്കത്ത് ഉയർത്തിക്കൊണ്ടു. രണ്ടാമത്തേത് അർഫഉ ശഫഖത മിനൽ അഖാരിബി. വാപ്പാക്ക് മക്കളോട്, മക്കൾക്ക് വാപ്പാനോട്, മാതാക്കള് മക്കളോട്, മക്കൾക്ക് മാതാക്കളോട്, സഹോദരന് സഹോദരിയോട്, സഹോദരന് സഹോദരോട് കരുണയില്ലാത്ത ഷഫഖത്ത് എന്ന് പറഞ്ഞാൽ അനുകമ്പ. ഞാൻ ചോദിക്കട്ടെ, വാപ്പാടെ പേരിൽ കേസ് കൊടുക്കണ മക്കളല്ലേ? അനിയന്റെ പേരിൽ കേസ് കൊടുക്കണ ചേട്ടൻ, ആങ്ങളുടെ പേരിൽ ചേട്ട് കൊടുക്കണ പെങ്ങൾ, കേസ് കൊടുക്കണ പെങ്ങള്. അർഫഉ റഹ്മത മിനൽ ഖലായിഖി. സൃഷ്ടികളുടെ ഹൃദയങ്ങളിൽ നിന്ന് കരുണയെ ഉയർത്തും. എണ്ണിക്കോട്ടോ, മൂന്നാമത്തെ പേര് എണ്ണിക്കോളണം. കാരുണ്യമില്ല.
അത് കണ്ടില്ലേ, നമ്മൾ കണ്ടില്ലേ? ഇങ്ങനെ തല്ലി 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 മരിക്കുന്നത് വരെയും തല്ലും. ഇഷ്ടം പോലെ കാണുവാണല്ലോ. അള്ളാഹുവേ, ഇനി അത് കാണുന്നൊരവസ്ഥയിലേക്ക് ഇന്ത്യ രാജ്യത്തെ എത്തിക്കാതെ കാക്കണേ പടച്ചോൻ വരാനെ. ആരും ചോദിക്കാല്ല, ഫലസ്തീനിലൊക്കെ ചെന്ന് നോക്കി ഒരാളും ചോദിക്കാറൊന്നുമില്ല. എന്നിട്ടും പഠിക്കാത്ത സമൂഹം. ഒരു മോമിനുണ്ടായ ദുരിതം കണ്ടിട്ട് പാഠം പഠിക്കാത്തവനാണ് നീയെങ്കിൽ നീ മോമിനല്ല. പോയി. അപ്പൊ പോട്ടെ, കാരുണ്യമില്ലാത്ത പ്രവർത്തനം. പണ്ഡിതന്മാരിൽ നിന്നും ജീവിതത്തിന്റെ ശുദ്ധിയും ദുനിയാവിനോടുള്ള ഹുബ്ബും നഷ്ടപ്പെടുന്നതാണ്. അതാണ് സുഹദ്. വെളുത്ത തുണിക്ക് ചായം പൊക്കല് കറാഹത്താണെന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുമ്പോൾ നമ്മുടെ പല ഉസ്താദന്മാരും ഇന്ന് തുണിക്ക് നീലം മുക്കൂല. അതിന്റെ പേരാണ് വറവ്. പാനായിക്കുളം ബാപ്പു മുസ്ലിയാർ അതിൽപ്പെട്ട ആളായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ട, അതുപോലെ ദുനിയാവിന്റെ സുഖത്തിനെ ഉലമാക്കൾ ഒഴിവാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഫാൻ അവിടെ ഇരുന്നപ്പോ എന്ത് പറഞ്ഞു? പുറകെ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു. അതാണ് ദുനിയാവിന്റെ സുഖം. അതിന്റെ പുറകെ പോകുന്ന ഉലമാക്കൾ. അള്ളാഹുവേ, നീ ഞങ്ങളെല്ലാം രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുത്തനെ പഠിച്ചോൻ. സ്ത്രീകളിൽ നിന്നും ലജ്ജയെ ഞാൻ ഉയർത്തുന്നതാണ് നബിയെ. തുണി ഉടുക്കാൻ പറഞ്ഞാൽ പറയും നാണാവും. എന്നാ നീ അഴിച്ചു കളഞ്ഞോടി എന്ന് പറഞ്ഞാൽ സന്തോഷം. ഇങ്ങനെയുള്ള കാലമാണ്. ഒന്നും വിശദീകരിക്കണ്ട, മാറ്റിവെക്കുക. വിധികർത്താക്കളിൽ നിന്നും നീതി ഉണ്ടാവില്ല. അത് സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി മാത്രമൊന്നുമല്ല. പള്ളി കമ്മിറ്റിയുടെ അടുത്ത് ഒരു പണക്കാരൻ കൊണ്ടുവന്ന് പണക്കാരനെ പറ്റി ഒരു പാവപ്പെട്ടവൻ പരാതി കൊടുത്താൽ പള്ളി കമ്മിറ്റി പണക്കാർക്ക് അനുകൂലമായിട്ട് വിധിക്കും. ഒരു കുടുംബത്തില് ഒരു മോൻ ദരിദ്രൻ, ഒരു മോൻ പണക്കാരൻ, പാപ്പായുമായും പണക്കാരനായ മോന്റെ ഉടയ്ക്കും. നീതി ഉണ്ടാവില്ല. സമ്പന്നന്മാരിൽ നിന്നും ധർമ്മസ്വഭാവത്തെ ഉയർത്തുന്നതാണ് നബിയെ. കാശ് കൊടുക്കും. രാഷ്ട്രീയക്കാർ വന്നിട്ട് 1 ലക്ഷത്തിന്റെ അങ്ങോട്ട് കീറി കൊടുക്കുമ്പോ, ഇത് 1 ലക്ഷമാണല്ലോ, നിങ്ങൾക്ക് ഇട്ടേക്കണത് അതാ, മിണ്ടൂല, ഊരി കൊടുക്കും. കാരുണ്യ പ്രവർത്തനം എന്നിട്ട് അപ്പോഴേ ഞങ്ങളിങ്ങനെ കാരുണ്യ പ്രവർത്തനം ചെയ്യണം. അങ്ങനെ ഒരു താത്തപ്പ അവിടെ അവശതയായി കിടക്കുക, ക്യാൻസറാണ്, അപ്പൊ അതിന് കൊടുക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ വേണം, അപ്പൊ അതിന് വേണ്ടിട്ട് ഇറങ്ങിയതാ. ഇവിടെ ഇപ്പൊ എപ്പോഴും പിരിവാരാ, എന്നാ ഒരു 10 രൂപ എടുത്തോ. അതാണ് അർഫു സഹാ മിനൽ അഗ്നിയായി. അർഫു സബറ മിനൽ ഫുഖറായി. ദരിദ്രന്മാർക്ക് ക്ഷമയുണ്ടാവില്ല. നിങ്ങളുടെ വീട്ടിൽ കയ്യാട്ടം തന്നെ ഒരാൾക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഒരു 10 രൂപ എടുത്ത് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ആ 10 രൂപയിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് ഒരു നോട്ടമാണ്, നിങ്ങൾ ഉരുകിപ്പോവും. ഇത്രയും വലിയ വീടും കാറും ഒക്കെ ഉള്ള കാക്ക 10 തൊലി. അതാണ് ആ നോട്ടത്തിന്റെ അർത്ഥം. അന്ന് അള്ളാഹു താല എനിക്ക് വിരിച്ചത് അള്ളാഹു എനിക്ക് തന്നു, അൽഹംദുലില്ലാ, അള്ളാഹു ഈ മനുഷ്യന് കൂലിയോടെ കെട്ടെന്നല്ല. അങ്ങനെയില്ല. ബിസ്മി കിട്ടൂല, ബിസ്മി ഓതിയാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയാൻ കിട്ടൂല. പരിശുദ്ധ ഖുർആൻ തുറന്നു നോക്കിയാൽ വെള്ള പേപ്പർ അല്ലാതെ മറ്റൊന്നുമില്ല. അത് വന്നിട്ടില്ല. ഇന്ന് നിങ്ങൾ ഓതി, നമ്മൾ ഓതി. അർഫഉൽ ഈമാൻ, 10ാമത്തേത് ഈമാൻ ഉയർത്തപ്പെടും. പോയില്ല, പോയിഞ്ഞ് ഇത്ര ആൾക്കാരൂടെ കൂടൂല. ഇത് ഈമാനാണ്. ബഹുമാനികളെ, ഇങ്ങനെ ഭയങ്കര ചർച്ചകളെ കാണുന്നു ഇവര് രണ്ടും തമ്മിൽ. ആര് തമ്മില്? ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമും അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹിയും. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങ് പിന്നോട്ട് മാറുമ്പോൾ മുഖറബായ മലക്കുൽ മൗത്ത് മുന്നോട്ട് കയറി വരികയാണ്. റസൂലുള്ളാഹിന്റെ ശരീരത്തിന്റെ ശൈലി മാറുകയാണ്. നെറ്റിത്തടം കുടുകുടാ വിയർക്കുകയാണ്. കണ്ണുനീര് ധാരയായി ഒഴുകുകയാണ്. പൊന്നുമോള് ചുണ്ട് നനച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ഉണങ്ങുകയാണ്. ശുഭലക്ഷണമാണ് നബിയുനാ റസൂലുള്ളാഹി. പാപ്പ മരിച്ചു കഴിയുമ്പോഴേ, ഉമ്മ മരിച്ചു കഴിയുമ്പോഴേ ഇങ്ങനെ ഒന്ന് വിരലിങ്ങനെ ഒന്ന് ഓടിച്ചു നോക്കണം. വിരലേല് വിയർപ്പിന്റെ നനവ് വന്നാൽ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, പഠിച്ചോനെ എന്റെ ഉമ്മച്ചി ഈമാനോടെ മൗത്തായി, അൽഹംദുലില്ലാ, എന്റെ വാപ്പിച്ചി ഈമാനോടെ മൗത്തായി, അൽഹംദുലില്ലാ. നല്ല ലക്ഷണമാണ്. കണ്ണിന്റെ ഇവിടെ നോക്കണം, കണ്ണിനീര് വന്നിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ നല്ല ലക്ഷണമാണ്. ചുണ്ടിങ്ങനെ കൂടെ നനച്ചു കൊടുക്കണം. ഉണങ്ങി പോവാണോ? നല്ല ലക്ഷണമാണ്. ബഹുമാനികളെ, കറകറ ശബ്ദം പുറത്തേക്ക് വരിക, ചുണ്ടിന് മണ്ണിന്റെ കളറാകുക, ശരീരത്ത് ചുവന്ന രാശികൾ പ്രത്യക്ഷപ്പെടുക, ദുർലക്ഷണമാണ്. അല്ലാഹു തആല നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. നീ എങ്ങോട്ടാ പോണേ?
അല്ല മറ്റേ ആളെ ആശുപത്രിയിൽ നിന്ന് മടക്കി. അതെ ഒന്നോ ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയി കാണണമെന്ന് ഓർത്തിരുന്നാണ്. നാളെ കൊണ്ടുവന്നിട്ടുണ്ട്, രക്ഷയില്ലാന്നാ പറഞ്ഞ. എന്നാ ഞാനും വരാം, ഒരുമിച്ച് നിൽക്കുക, തുണിയൊന്നും എടുക്കട്ടെ. അങ്ങനെ രണ്ടാളും കൂടെ ഇറങ്ങി വീടിന്റെ പടിക്ക ചെല്ലുമ്പോ കേക്കാം കറ 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 കറ. അല്ലോ നല്ല സമയത്താണല്ലോ ഹബീബെ എത്തിയേക്കണേ. അതെ സക്രാത്തിന്റെ വലിയാണല്ലോ കേൾക്കണത്. അതെ ഈ എന്താ ഈ മനുഷ്യനിങ്ങനെ വലിക്കണത്? വലിയ മോശപ്പെട്ട ലക്ഷണമല്ലേ? അല്ലോ നിസ്കാരം ഉണ്ടായിരുന്ന ആളല്ലേ? അതേല്ലോ ഇന്നാളും കൂടെ ഉംറയ്ക്ക് പോയതാണല്ലോ. അതെ ഹജ്ജ് ചെയ്തതാണല്ലോ. അതെ ഓ പഠിച്ചവനെ വളരെ മോശമായി പോയല്ലോ. മിണ്ടരുത് മിണ്ടരുത്, പറയരുത് പറയരുത്. പടച്ചവനെ നിന്റെ പാവപ്പെട്ടൊരു അടിമയാണല്ലോ അല്ലാ, അന്ത്യശ്വാസം വലിക്കാൻ അടുത്തിരിക്കുന്നല്ലോ അല്ലാ, മോശപ്പെട്ടതായ ലക്ഷണം കാണുകയാണല്ലോ അല്ലാ, നീ പൊറുക്കണേ അല്ലാ, മാപ്പ് കൊടുക്കണേ അല്ലാ. ആരെയും കേൾപ്പിക്കണ്ട, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. കാരണം എന്താ? അടുത്ത സമയത്ത് ഞാൻ വലിക്കുമോ എന്ന് എനിക്ക് അറിയില്ലല്ലോ റബ്ബേ. അല്ലാണ്ട് അയക്ക് മാത്രം ഉള്ളതല്ല ഇത്, നമുക്കും കൂടെ ഉള്ളതാ. അല്ലാഹുവിന്റെ റസൂലിന് ശുഭലക്ഷണം. ബഹുമാനികളെ, പൊന്നോമനമോൾ അടുത്തുണ്ട്, ഭർത്താവ് അലിയാര് തങ്ങൾ അടുത്തുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഇതാ കാലിലേക്ക് കയറ്റി പിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളും അങ്ങനെ തന്നെ കാലിലേക്ക് കയറ്റി, വേദന താങ്ങാൻ പറ്റാഞ്ഞിട്ട് കാലാണ് ആദ്യം മരിക്കുക. കാലിൽ നിന്നാണ് റൂഹ് ഊരുക. അവസാനം ഇറങ്ങുന്നത് കണ്ണിൽ കൂടെയാണ്. അതാണ് കണ്ണ് തുറന്നിരിക്കുന്നത്. എങ്ങോട്ടാ ആത്മാവ് പോകുന്നത് നോക്കുകയാണ്. അതാ തങ്ങൾ പറഞ്ഞത്, മരിച്ച ആളുടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് തിരുമ്മി കൂട്ടലാണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ തിരുമ്മിയാൽ ചിലപ്പോൾ അടയൂല. അപ്പൊ ഇങ്ങനെ കൂടെ 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 ഇങ്ങനെ തിരുമണം. ആരായിരിക്കും സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളുടെ ആ കണ്ണ് തിരുമാൻ വേണ്ടി വരുന്ന വ്യക്തി? ഇതൊക്കെ ഒന്ന് കണക്കാക്കണ്ട കേട്ടോ. റസൂലുള്ളാഹിന്റെ വഫാത്തൊക്കെ ചില ആൾക്കാരും എന്നോട് പറയാൻ പറയും. എങ്ങനെ ചായക്കഴി നിന്നിട്ട് പറയാൻ വേണ്ടിയിട്ടല്ല. ഓ ഇന്നലെ കലക്കനാറുന്നു, ഇന്നലെ മോശമാറുന്നു. ഇതിന് രണ്ടിനുമല്ല. അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന്റെ ജനാസ കിടക്കുന്ന രംഗമാ വിശദീകരിക്കുന്നത്. ഇതെല്ലാം വിശദീകരിക്കുമ്പോ ഇങ്ങനെ കേട്ടിരിക്കാനല്ല, ആ സംഭവം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ട് നമ്മൾ ബന്ധിപ്പിക്കണം. എന്നിട്ട് ഉമർ റളിയല്ലാഹുവിനെ പോലെ വന്ന വ്യക്തി ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പോലെ എന്റെ കുടുംബത്തിൽ വരുന്ന വ്യക്തി ആരാണ്? അലിയാരങ്ങളെ പോലെ വരുന്ന വ്യക്തി ആരാണ്? അങ്ങനെയൊക്കെ വരുമ്പോൾ റസൂലുള്ളാഹി കടന്നതുപോലെ പഠിച്ചവനെ എന്റെ കിടത്തവും സന്തോഷമായിരിക്കോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. ഞാൻ എന്താ ഉണ്ടാക്കിയിട്ടുള്ളത് പഠിച്ചവനെ എന്നിട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കണോന്ന്, എന്നിട്ട് ഈ കിടപ്പം നന്നാകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണോന്ന്. അതിനാ ഇതൊക്കെ കേൾക്കണത് ബഹുമാനികളെ. അല്ലാണ്ട് ചുമ്മാ വിലയിരുത്താനും ചർച്ച ചെയ്യാനും അഭിപ്രായം പറയാനും അല്ല. അല്ലാഹുവേ അല്ലാഹുവേ, ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ സഹോദരന്മാരെ സഹോദരിമാരെ. മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ കാലിലേക്ക് കെട്ടിപ്പിരിക്കുന്നു. കോഴിനെ എടുത്തിട്ട് പോയിക്കേ, ഇങ്ങനെ എന്താ കാളേനെ എടുത്തിട്ട് പോയിക്കേ, കാലിന്റെ മുകളിലേക്ക് ഇങ്ങനെ. എന്റെ ഉപ്പ മരണപ്പെട്ടത് എറണാകുളത്തെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ഐസിയുവിൽ കിടന്നാണ്. അല്ലാഹുവേ, ഐസിയുവിൽ കയറേണ്ട വിധിയെ തൊട്ട പടച്ചവനെ നീ ഞങ്ങളൊക്കെ കാക്കണേ തമ്പുരാനെ. മക്കളോടൊക്കെ പറഞ്ഞോ? അപ്പാ ഓ ഐസിയുവിലേക്ക് കയറ്റണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മോനെ, മരണം എപ്പോഴും ഉറപ്പാ. നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ നിങ്ങൾ തരുന്ന ഓരോർക്ക് വെള്ളം കുടിച്ച്, നിങ്ങൾ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട് കിട്ടാവുന്ന ചികിത്സ ഇവിടെ തന്നിട്ട് ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോട്ടെ, എന്നെ ഐസിയുലേക്ക് കയറ്റാൻ ഒപ്പിട്ട് കൊടുക്കരുത്. പിന്നെ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടിട്ട് എടുത്തോണ്ട് പോയാൽ നമ്മളുടെയൊക്കെ വിധിയാണെന്ന് കൂട്ടുക ബഹുമാനികൾ. ഓർമ്മ നഷ്ടപ്പെട്ടു, വാരിയെടുത്തു, നേരെ കൊണ്ട് ഐസിയുലേക്ക് കയറ്റി. 95% ഐസിയു എന്ന് പറയുന്ന റൂമും വെറും കച്ചവടത്തിന് വേണ്ടി മാത്രം ഒരുക്കി വെച്ചിരിക്കുന്ന 5% നിഷ്കളങ്കമായതുള്ളൂ. 5%. എന്റെ വാപ്പ അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിൽ ഐസിയുവിൽ കിടന്നാ മരിച്ചത്. പന്തിയല്ലാന്ന് കേട്ടൂല്ലോ, ആരും കേട്ടൂല്ലോ. വാപ്പാനത് കാണണം. നാളെ 5 മണിക്ക് വന്നേരം കർട്ടൻ മാറ്റി കാണിച്ചു തരാം. ചില്ലിന്റെ ഉള്ളിൽ കൂടെ കർട്ടൻ മാറ്റി കാണിച്ചു തരാം. ഈ ഇന്ത്യ രാജ്യത്ത് മാത്രമേ ഉള്ളൂ ഈ വൃത്തികെട്ട സമ്പ്രദായം. 18 കൊല്ലം ഞാൻ ഹാജിമാരെ കൊണ്ട് പോകുന്ന ആളാ. 19 കൊല്ലം രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയാണ്. എത്രയോ ഹാജിമാരെ ഞാൻ ഐശ്വര്യ കയറ്റുണ്ടെന്ന് അറിയോ? എപ്പ ചെന്നാലും ബഹുമാനികളെ ഒരു തടസ്സവും ആശുപത്രി അതിരുന്ന് പറയാറില്ല. പിന്നെ ജമാഅത്തായിട്ട് എന്നാ കേട്ടില്ല എന്ന് മാത്രം. 1-2 ആളുകളൊക്കെ എപ്പ വേണമെങ്കിലും കയറി ഇറങ്ങി പോരുകയും ചെയ്യാം. ഇവിടെ മാത്രമുള്ള ഈ രീതിയിലുള്ള നിയന്ത്രണം. അത് കാശ് കിട്ടാൻ വേണ്ടി തന്നെയാ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എന്റെ ബഹുമാനികളെ, ഞാൻ ഇടിച്ചു കയറി അകത്തേക്ക് കയറുമ്പോ അനക്കം നിന്നോണ്ടിരിക്കുക.
എനിക്കറിയാവുന്ന ഞാൻ അവിടെ നമ്മുടെ ഓതി യാസീനും റഅദ് ഓതിയാൽ മരണത്തിന്റെ സമയത്ത് ദാഹവും വേദനയ്ക്കും ശമനം കിട്ടുമെന്നൊക്കെ ഹദീസിൽ കാണാം. ബഹുമാനികളെ, ഞാൻ അവിടെ നിന്ന് ഇതിന് അനക്കം മാറിക്കഴിഞ്ഞപ്പോ ഈ കാലെ കിടക്കുന്ന തുണി പതുക്കെ അങ്ങനെ അങ്ങോട്ട് നീക്കിയപ്പോൾ എന്റെ വാപ്പാടെ വലത്തെ കാല് ഇടത്തെ കാലിന്റെ മുകളിൽ ഇങ്ങനെ കയറിയിരിക്കുക. ഞാൻ ആ കാലെടുത്ത് ഇങ്ങനെ പൊക്കി മാറ്റുമ്പോ ഈ കാലിലെ രോമത്തിന്റെ അടയാളം ഈ കാലിലെ മാംസത്തേൽ പതിഞ്ഞേക്കുക. അപ്പൊ ആ ഞെക്കിന്റെ ശക്തി എത്രയുണ്ടെന്ന് ചിന്തിച്ചു നോക്കിയോ. റഹ്മാനായ പടച്ചവനെ, പനങ്കര പള്ളിപ്പറമ്പിൽ കിടക്കുന്ന എന്റെ ഉപ്പാന്റെ ഖബറത്തെ അല്ലാഹുവേ നീ വിശാലാക്കണേ തമ്പുരാനെ. ഇവിടെ ഇരിക്കുന്ന ആരുടെ എല്ലാം ഉപ്പായും ഉമ്മായും വേട്ടപ്പെട്ട ഒരു ഖബറിലുണ്ടെങ്കിലും പടച്ചവനെ നിങ്ങളുടെയൊക്കെ മനസ്സിലെത്തിയിട്ടുണ്ട് റഹ്മാനെ. അത് നിങ്ങളുടെയൊക്കെ ഖബറടം അല്ലാഹുവേ കണ്ണെത്താ ദൂരം റബ്ബേ നീ വിശാലമാക്കി കൊടുക്കണേ പടച്ചവനെ. ഇതുപോലെ നല്ല സ്ഥലത്തിരുന്ന് ഞങ്ങളെയൊക്കെ സ്മരിക്കാൻ പറ്റുന്ന നല്ല ഒരു തലമുറേനെ ഈ ഭൂമുഖത്ത് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. കൊണ്ടുവന്ന് പട്ടിയെ പോലെ കുഴിച്ചിട്ടിട്ട് പോരുന്ന ബിദ്അ പ്രസ്ഥാനത്തിലൊന്നും ഞങ്ങളുടെ മക്കളെയോ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയോ ഒന്നും പെടുത്താതെ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. ബഹുമാനികളെ, കാലിങ്ങനെ നബിത്തങ്ങളെ കാലിലേക്ക് കൂട്ടിപ്പിരിക്കുകയാണ്. മുട്ടുകാലിന്റെ ഭാഗത്തേക്ക് റസൂലുള്ളാഹിന്റെ റൂഹെത്തി. അപ്പൊ പെരുവെലിന്നിട്ട് പിടിച്ചോണ്ട് പോരുകയാണ്. മുട്ടുകാലിലേക്ക് റൂഹെത്തുമ്പോൾ പന്നാറ റസൂലുള്ളാഹിന്റെ ചുണ്ടനങ്ങുകയാണ്. അലിയാർ തങ്ങൾ ആ ചുണ്ടിലേക്ക് ചെവി ചേർക്കുമ്പോൾ ആ ചുണ്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ശബ്ദം മടക്കം പടച്ച തമ്പുരാന്റെ സന്നിധിയിലേക്കാണ്. അതാണ് പുറത്തേക്ക് വന്ന ശബ്ദം. പൊക്കിളിന്റെ ഭാഗത്തേക്ക് റൂഹത്തി എന്ന് പറഞ്ഞാൽ അരക്ക് കീഴ്പോട്ട് അനക്കം നിന്നു, മരിച്ചു. അപ്പോഴും റസൂലുള്ളാഹിന്റെ ചുണ്ടനങ്ങുകയാണ്. അലിയാർ തങ്ങൾ ആ ചുണ്ടിലേക്ക് ചെവി ചേർക്കുമ്പോൾ നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണേ തമ്പുരാനെ. ചുണ്ടിൽ നിന്ന് വന്ന ശബ്ദം എന്ന് ശ്രദ്ധിക്കണോട്ടോ. ഉറങ്ങാത്തവര് ഉറങ്ങണേനോട് ശ്രദ്ധിക്കാൻ പറ്റാൻ നടക്കണ കാര്യമല്ല, അത് അതിന്റെ പണിയിൽ ഇടപെട്ടുപോയി. ഉറങ്ങാത്തവരൊന്ന് ശ്രദ്ധിച്ച് ആരാ ഇപ്പൊ പറയണേ? ലോക അനുഗ്രഹിയാണ് നബിയുനാ റസൂലുള്ളാഹി. ആ നബിയാ പറയുന്നത്, അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാ. നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ബഹുമാനികൾ? ഒന്ന് ചിന്തിച്ചു. നമ്മുടെ പൊക്കിളിന്റെ ഭാഗത്തേക്ക് റൂഹെത്തുമ്പോ നമ്മ വിളിച്ച് പറയുന്നത് എന്തായിരിക്കും സഹോദരിമാരെ സഹോദരന്മാരെ? വേണ്ട, ഞാൻ പോകുന്നില്ല, അതിലേക്ക് വിശദീകരിക്കുന്നില്ല. ഹൽഖിലേക്ക് റൂഹെത്തിയപ്പോൾ ഇവിടെ എത്തി. ആത്മാവിലേക്ക്, ആത്മാവ് തൊണ്ടക്കുഴിയിലേക്ക് എത്തി. അപ്പൊ നെഞ്ചിന്റെ കീഴ്പോട്ടെ അനക്കമില്ല, തലക്കര അനക്കം മാത്രമേ ഉള്ളൂ. അപ്പോഴും ചുണ്ടനങ്ങുകയാണ്. അലിയാർ തങ്ങൾ ആ ചുണ്ടിലേക്ക് ചെവി ചേർക്കുമ്പോൾ യാ ഉമ്മത്തി ഇന്നലിൽ മൗതി ലസഖറാത് ഊസികും ബിസ്സലാ ഇലാ റഫീഖിൽ അഅ്ലാ. എന്റെ ഉമ്മത്തെ, മരിക്കാൻ വല്ലാത്ത വേദനയാണ്, സക്കറാത്ത് ഭയാനകമാണ്. 5 നേരത്തെ നമസ്കാരം നിങ്ങളോട് ഞാൻ നിലനിർത്താൻ വസിയത്ത് ചെയ്യുന്നേ, എന്റെ റബ്ബിലേക്ക് ഞാൻ മടങ്ങുന്നേ. ബഹുമാനികളെ, പിന്നെ ആ ചുണ്ട് ചലിച്ചില്ല, അവസാനിച്ചു. അന്ത്യശ്വാസം വലിച്ചോണ്ടിരിക്കുമ്പോൾ, താങ്ങാൻ പറ്റാത്ത വേദനയിൽ കിടക്കുമ്പോൾ മോളെ നല്ല വിളിച്ചത്, മരുമോനെ നല്ല വിളിച്ചത്. യാ ഉമ്മത്തി, എന്റെ സമുദായമേ, ഇന്നലിൽ മൗതി ലസഖറാത്, മരണത്തിന്റെ സക്കറാത്തുണ്ട് കേട്ടോ, ഭയാനകമായ വേദനയുണ്ട് കേട്ടോ. ഊസികും ബിസ്സലാ, നിങ്ങളോട് ഞാൻ നമസ്കരിക്കാൻ വസിയത്ത് ചെയ്യുന്നു. പാപ്പ മരിച്ച് തൃക്കാക്കരയില് മയ്യത്തുകൊണ്ടൊന്ന് വടമുകൾ പള്ളിയിലേക്ക് അടക്കാൻ കൊണ്ടുവന്നു. അപ്പൊ കാക്കാമാര് ചോദിച്ചു, അല്ല അപ്പൊ തൃക്കാക്കരയുള്ളത് ഈ ആ കാക്കാടെ മോനല്ലേ? അതെ. പിന്നെന്താ ആ പള്ളിപ്പറമ്പിൽ അടക്കാണ്ട് ഈ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുവന്നത്? ഇവിടെ അടക്കണമെന്ന മനുഷ്യന്റെ വസിയത്താണ്. അതിനെ മാറ്റാൻ പറ്റൂല, വസിയത്താണ്. തങ്ങളുടെ അവസാനത്തെ വർത്താനം, ഊസികും ബിസ്സലാ, നിങ്ങളോട് ഞാൻ നമസ്കരിക്കാൻ വസിയത്ത് ചെയ്യുന്നേ. ഇതാണ് സക്കറാത്തിന്റെ മരുന്ന്. ഉദിക്കണേന് മുമ്പ് 1ാമത്തെ ഡോസ്, സൂര്യൻ തലയ്ക്ക് മുകളിലെത്തിയാൽ 2ാമത്തെ ഡോസ്, പടിഞ്ഞാട്ട് ചാഞ്ഞാൽ 3ാമത്തേത്, അസ്തമിച്ചാൽ 4ാമത്തേത്,
പടിഞ്ഞാറ് ചുമപ്പ് മാറിയാൽ അഞ്ചാമത്തേത്. ഈ 5 നേരത്തെ ഗുളികയാണ് സക്രാത്തിന്റെ മരുന്നായിട്ട് നബിയുനാ റസൂലുള്ളാഹി. ഓ എടാ മുസ്ലിയാരെ, നീ ഒരു വല്ലാത്ത പൊന്നുമോനാണല്ലോടാ. നീ പോസ്റ്ററിൽ അടുപ്പിച്ചു സക്രാത്തിന്റെ മരുന്ന്. അപ്പൊ ഞങ്ങൾ ഓർത്തു പടച്ചോൻ വരാനെ മരണത്തിന് ഭയങ്കര വേദനയാന്ന് കേട്ടിട്ടുണ്ട്, എന്നാ പിന്നെ ആ മരുന്ന് എന്താണെന്ന് കേൾക്കാലോ. ഞങ്ങളിവിടെ വന്നിരുന്നപ്പോ പല വിഷയത്തിലേക്ക് നീ വിഷയം ഇങ്ങനെ തെന്നി പോകുമ്പോഴും ഇല്ല ഞാൻ അതിലേക്ക് പോണില്ല, ഇതിലേക്ക് വരുവാന്നും പറഞ്ഞ് ഞങ്ങളെങ്ങനെ സൂചിയുടെ മൊനെ കയറ്റി ഇരുത്തിയേക്ക് പറഞ്ഞു ഇത്രയും നേരം. അപ്പൊ ഈ മരുന്നും കൂടി കിട്ടിക്കഴിഞ്ഞാൽ സമാധാനമായില്ലോ, പോകാമല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴേ 5 നേരം നിക്കിരിക്കാൻ. എടാ മൊയ്ലാരെ, ഞങ്ങളെ നിക്കിരിക്കണവര് തന്നെയാ. എന്നാലും ഇന്ന് മുതൽ കൃത്യമായിട്ട് 5 നേരം നിക്കിരിക്കാൻ പോവാ. മരിക്കുമ്പോ കയ്യൊട്ടിപ്പാട്ടി പാടിക്കൊണ്ട് മരിക്കാൻ പറ്റോടാ മൊയ്ലാരെ? പറ്റൂലടാക്ക. അപ്പൊ ഇയാൾക്ക് ഭ്രാന്ത് തന്നെയാ. ഇയാളെ കുസുമരിയിലേക്ക് അങ്ങനെ കൊണ്ടാക്കണമെന്നാണ്. എടാ നീയല്ലേ പറഞ്ഞ മരണത്തിന്റെ വേദനക്കല്ല മരുന്നാണ് നിസ്കാരമെന്ന്? അതെ, എന്നാ ഞങ്ങള് നിസ്കരിക്കാം. നല്ല പൊട്ടിച്ചിരിച്ചോണ്ട് പാട്ടും പാടിക്കൊണ്ട് മരിക്കാൻ പറ്റുമോ? പറ്റൂലാക്ക. മരുന്ന് കഴിച്ചാ പിന്നെ ഇത് മാറൂല. പിന്നെ നീ എന്തുട്ടേ പറയണേ? കല്ലോ ചെറിയില്ലട്ടാ. ഞാൻ ഒരു വാക്ക് അങ്ങോട്ട് പറയുവാണ് നിങ്ങളോട്. കല്ലോ ചെറിയില്ല, നേരത്തേക്ക് കയറില്ലേ? ഞാൻ പറഞ്ഞിട്ട് മതി. മരുന്ന് കഴിക്കാൻ നിങ്ങൾ തയ്യാറായല്ലോ? ഉവ്വ. വേദന ഉണ്ടാവും. പിന്നെ നീ എന്തിട്ട് മരുന്നേ തന്നെ? ശ്രദ്ധിച്ചോ, നിന്റെ ഭാര്യ ഗർഭവതിയായി, പുള്ളിക്കാരത്തി പറഞ്ഞു ഒരു ഡോക്ടറെ കാണണമല്ലോ, നമുക്ക് പോകാം. അങ്ങനെ നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ കൂട്ടുകാരനെ കണ്ടു. അസ്സലാമലൈക്കും. സലാം. എങ്ങോട്ടാ പോണേ? ഒന്ന് ഹോസ്പിറ്റൽ. ഇയാളിപ്പോ ബോധം കെട്ടുവിടൂലോ. അങ്ങനെയുള്ള സൂക്കേടൊന്നും ഇല്ലടാ ഞാൻ. പിന്നെന്തുട്ടാ? പുള്ളിക്കാരത്തേക്ക് വയറ് നിറയണമെന്നോ? ഓ അത് ശരി. അപ്പൊ ഇപ്പൊ ഏത് ഡോക്ടറെ കാണാനാ പോണേ? അത് ഇന്ന ഡോക്ടറെ കാണാൻ. ഇന്നാലില്ല. ആ ഇബ്രാഹിം കുഞ്ഞിന്റെ പിന്നെ പെണ്ണിനെ കൊന്നത് ആ ഡോക്ടറാ? അല്ലാഹുവേ. നമ്മുടെ വൈദ്യൻകുട്ടിയുടെ മോളെ കൊന്നതാരാ? അതും ഈ ഡോക്ടർ തന്നെയാ. പടച്ച തമ്പുരാന്. 2 പ്രസവത്തോട് മരിച്ചില്ലേ 2 പെണ്ണുങ്ങളും? വാ, ഇവളായി ഉണ്ടാക്കിയതാകെ. പടച്ച റബ്ബേ, എന്താടി വേണ്ടേ? എന്തായാലും ആളെ കൊല്ലണ നോക്കിന്റെ അടുത്തേക്ക് പോകാൻ പറ്റൂല. ഇയാൾക്ക് പറ്റുന്ന ഒരു പണി, ഇന്ന സ്ഥലത്തൊരു ഡോക്ടറുണ്ട്, ഒരു 19 വയസ്സ് പ്രായമായതാണ്. ആ പുള്ളിക്കാരത്തിനെ കണ്ടാ പെൺപിള്ളേരെ അപ്പൊ തന്നെ പ്രസവിക്കും. അങ്ങനത്തെ പെണ്ണുപിള്ള നല്ല ഡോക്ടറാ. എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോടി? എന്നാ അങ്ങോട്ട് പോവാം. അങ്ങനെ നിങ്ങളൊരു ടാക്സി വിളിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ജനസമുദ്ര. അവിടെ ചെന്ന് ക്യൂവിൽ നിന്നു, ഡോക്ടറെ കണ്ടു, പരിശോധിച്ചു, കുറിപ്പ് വന്നു, മെഡിക്കൽ സ്റ്റോറിൽ വന്നു, മരുന്ന്, ഗുളിക, ടോണിക്ക് ഇതെല്ലാം മേടിച്ചു. എല്ലാം പിന്നെ വിറ്റാമിൻ ഗുളികയുണ്ട്, ടോണിക്കുണ്ട്, ഗുളികയുണ്ട്, മരുന്നുണ്ട്. ഇതെല്ലാം മേടിച്ച് വീട്ടിൽ വന്നിട്ട് പെണ്ണുപിള്ളേട്ട് പറഞ്ഞു, രാവിലെ 2 ഗുളിക മറ്റേ ഇതിന്റെ വിറ്റാമിൻ്റെ, 2 ഗുളിക മറ്റേതിന്റെ, പിന്നെ ടോണിക്ക് 2 ഔൺസ്, മറ്റേ മരുന്ന് 2 ഔൺസ് കേട്ടോ. ഇതൊക്കെ കറക്റ്റായിട്ട് കുടിക്കണം കേട്ടോ, എല്ലാം കൃത്യമായിട്ട് കുടിച്ചോളാം. നീ വൈകുന്നേരം വന്ന് ഇപ്പൊ 4 മണിക്കത്തെ കുടിച്ചില്ലേടി? നീ കണക്കിന് വയറ്റിക്കണ പുള്ളേനെ കൊല്ലുന്നതാണ്. നിങ്ങൾ എടുത്തോണ്ടാ, ഞാൻ ഒഴിച്ചു തരാം. എന്തോരം നിർബന്ധാന്ന് കൃത്യമായിട്ടാ മരുന്നൊക്കെ എങ്ങനെ കുടിപ്പിക്കാൻ. ഒരു ചോദ്യം ചോദിക്കട്ടേടോ, നീ എന്തിനാ ഈ ഭാര്യനെ ഇത്ര പാടുപെട്ടി ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചത്? ഇത്ര കൃത്യമായിട്ട് നീ മരുന്ന് കൊടുപ്പിക്കുന്നത് എന്തിനാ? ബാവാ മുസ്ലിയാരെ, എന്റെ ഭാര്യ പ്രസവിക്കുമ്പോ കൈകൊട്ടി പാട്ട് പാടിക്കൊണ്ട് പ്രസവിക്കാനാണ്. നടക്കൂലാടോ. പ്രസവ വേദന അനുഭവിക്കാതെ ഒരൊറ്റ പെണ്ണും ഇവിടെ പ്രസവിക്കൂല. പിന്നെ എന്തിനാടോ നീ മരുന്ന് കൊടുക്കുന്നത്? പ്രസവവേദന ഇല്ലാതെ പ്രസവിക്കുമെങ്കിൽ പിന്നെ പിള്ളേർക്കും അല്ല പറഞ്ഞോണ്ടോ? അങ്ങനെ പറ. എന്തിനാ നമ്മുടെ വീട്ടിലൊക്കെ പിള്ളേർ കുറഞ്ഞേക്കണെന്താ? ആദ്യത്തെ പ്രസവം കഴിയുമ്പോ തന്നെ എൻ്റെ ഏടിയേ എനിക്ക് സഹിക്കാൻ പറ്റില്ല, നീയാ പ്രസവിച്ചെങ്കിലും വേദന തിന്നത് ഞാനാ. എന്നോ ഞാൻ അത്ര വലിയ ഇടങ്ങാറായി പോയി. പടച്ചവനെ, ഇനി എന്തായാലും ഈ ഇടപാട് വേണ്ട, അത് തന്നെ മതി. മതിയായി. അങ്ങനെ ഒരു 3 കൊല്ലം കഴിഞ്ഞു, 4 കൊല്ലം കഴിഞ്ഞു ഈ ചെറുക്കനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വട്ടൊലിച്ചോണ്ടേക്ക് ഇരിക്കുമ്പോ പിന്നെ നീ എന്താ പറയാ പാടാ? അല്ല, ആ പുള്ള ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് കൂട്ട് വിളിക്കും ഒറ്റയ്ക്ക്. അതുകൊണ്ട് ഇപ്പൊ നിനക്കിപ്പോ എന്താ? അല്ല, നമുക്ക് ഓർമ്മ കൂടെ ആയാലോ. നോക്കിക്കേ, എന്തെല്ലാം ആലോചന.
എന്തെല്ലാം തീരുമാനങ്ങൾ എടുത്തിട്ട് ഇപ്പൊ രണ്ടാമത്തെ കൊച്ചുണ്ടാവണെന്ന് നോക്കി. ഇതെന്തേ ഈ വേദന? അവള് നിലവിളിക്കുന്നത് കാണാൻ പറ്റൂല, ഇടങ്ങാറാവണ് കാണാൻ പറ്റൂല. ബഹുമാനികളെ, ഈ ഒരു വിഷമം ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ പണ്ട് എനിക്കിപ്പോ പശുവായിട്ടൊന്നുമില്ല. പണ്ടൊക്കെ എനിക്ക് കന്നാലിയൊക്കെ ആയിട്ട് കന്നാലിനെ വളർത്തലും. അപ്പൊ ഈ ആണ്ടക്കണ്ണി എന്ന് പറഞ്ഞ പശുക്കളെ കിട്ടും പണ്ട്. ഞാൻ കൊല്ലം തോറും പ്രസവിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയുള്ള 10 കൊല്ലം കൊണ്ട് മുള്ള 10 എണ്ണം ഉണ്ടാവൂലേ? എന്തേ ഇപ്പൊ ഇതുണ്ടാവാത്തത്? പ്രസവത്തിന്റെ വേദന. പിന്നെ എന്തിനാടോ നിങ്ങൾ ഈ മിടുക്കിയായ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടത്? പറ ബാവാ മുസ്ലിയാരെ, അത് കണ്ടത് പ്രസവ സമയത്തുള്ള അപകടത്തിൽ നിന്ന് കൊച്ചും തള്ളയും രക്ഷപ്പെടാൻ, പ്രസവാനന്തരം കുഞ്ഞും തള്ളയും സുഖമായിട്ട് ഉറങ്ങാൻ. കണ്ടു മറുപടി കേട്ടോട്ടോ, കേട്ടോട്ടാ. പ്രസവ സമയത്ത് അപകടം, പ്രസവാനന്തര ഉറക്കം. ഏതാ പ്രസവ സമയത്തുള്ള അപകടം? വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആരോഗ്യം കെട്ടതാണെങ്കിൽ പ്രസവ സമയത്ത് ഈ കുട്ടി പുറത്തേക്ക് തള്ളി വരാൻ വൈകും. അപ്പൊ ചിലപ്പോ തള്ള മരിക്കും, അല്ലെങ്കിൽ പുള്ള മരിക്കും, അല്ലെങ്കിൽ തള്ളയ്ക്ക് രക്തസ്രാവം ഉണ്ടാകും, ബ്ലീഡിംഗ് ഉണ്ടാവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വയറ്റിൽ കിടക്കുന്ന ആരോഗ്യമില്ലാത്ത കുഞ്ഞിനെ വിദഗ്ധയായ ഡോക്ടറെ അകത്തിട്ടുകൊണ്ടിട്ട് ആരോഗ്യം ഉണ്ടാക്കിയെടുക്കും. കുഞ്ഞിനെ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കും. അപ്പൊ കുട്ടി പെട്ടെന്ന് പുറത്തേക്ക് തള്ളി വരും, രക്തസ്രാവം ഉണ്ടാവൂല, കുഞ്ഞ് ആരോഗ്യത്തോടെ പുറത്തേക്ക് വരും. ഇതാണ് പ്രസവ സമയത്തുള്ള അപകടം. കുട്ടി മരിക്കാം, തള്ളയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാകാം, പ്രസവാനന്തരമുള്ള ഉറക്കമേതാ. ലേബർ റൂമിൽ നിന്ന് സുഖമായിട്ട് പ്രസവിച്ചാൽ കട്ടിലേക്ക് റൂമിലേക്ക് കൊണ്ടുവന്ന് അങ്ങോട്ട് കിടത്തിയാൽ 2 കയ്യും ഇങ്ങനെ തലങ്ങണയിലേക്ക് വെച്ച് നീണ്ട് നിവർന്ന് കിടന്നുറങ്ങും. കാരണം എന്താ? 10 മാസമായി മര്യാദക്ക് ഉറങ്ങിയിട്ട്. അൽഹംദുലില്ലാഹ്, ഈ ഭാരമൊക്കെ ഒന്ന് ഇറങ്ങി റാഹത്തായിട്ട് കൂർക്കം വലിച്ചു കിടന്നുറങ്ങുവാണ്. നാത്തും വന്നോന്നും അറിഞ്ഞില്ല. അപ്പൊ കെട്ടിയാൻ പറഞ്ഞ് വിളിക്കണ്ട, ഇപ്പൊ ഉറങ്ങുവാണ്, പോയിക്കോ, പിന്നെ കാണാം. ഉണ്ടോ? കൊച്ചിനെ നോക്കിയപ്പോഴോ കൊച്ചും ആ കൊതുകോലയുടെ ഉള്ളിൽ 2 കയ്യൊക്കെ ചുറ്റി പിടിച്ച് നല്ല ഉറക്ക. ഇത് വിദഗ്ധയായ ഡോക്ടറുടെ ചികിത്സയുടെ ഗുണ. ഇതാണ് പ്രസവാനന്തരമുള്ള ഉറക്കം. ഇത് തന്നെയാ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നത്. മരണസമയത്തുള്ള അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, മരണാനന്തരം സുഖമായിട്ട് ഉറങ്ങാൻ ഊശിക്കും ബിസ്സലാ, 5 നേരത്തെ ഗുളിക കഴിച്ചോ. ഏതാണ് മരണസമയത്തുള്ള അപകടം? 3 മിനിറ്റ് കൊണ്ട് നിർത്തിയേക്കാം കേട്ടാ, 3 മിനിറ്റ് കൊണ്ട് നിർത്തിയേക്കാം. ഇവിടെ ശ്രദ്ധിച്ച്, മരണസമയത്തുള്ള അപകടം ഏതാ? ഒരു ഉദാഹരണം അങ്ങ് പറഞ്ഞുതരാം, ഒരു സംഭവം. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ മുറി നിറയെ മഹാപാണ്ഡിത്യത്തിന്റെ ഉടമകളാവുന്ന ശിഷ്യന്മാര്. വലിയ മഹാനാണല്ലോ ഇമാമുൽ ആലം. ശിഷ്യന്മാരിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ ഉസ്താദിന് മരണലക്ഷങ്ങൾ കണ്ടു തുടങ്ങി. നെറ്റി വിറക്കുകയാണ്, കണ്ണുനീരൊഴുകുകയാണ്, ചുണ്ട് നനച്ചിട്ടും ഉണങ്ങുകയാണ്. അപ്പൊ ചുറ്റും നിന്ന് ശിഷ്യന്മാരിൽ ചിലർ പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് സുന്നത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാക്കിന് നാണമില്ലാത്ത വ്യക്തിത്വങ്ങളെ നമ്മുടെ മരണസമയത്ത് അല്ലാഹു നമ്മുടെ അടുക്കലേക്ക് എത്തിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നാക്കിന് നാണമില്ലാത്ത എന്ന് പറഞ്ഞാൽ കൊച്ചാപ്പ മരിക്കാൻ പോവാണ്, ചേട്ടന്റെ മോനും കൂടി കയറി വരുക. പടച്ചോനെ, കൊച്ചാപ്പ മരണത്തിന്റെ വക്കീലാണല്ലോ. അപ്പൊ അവിടെ നമ്മുടെ ഐഷാമാത്താത്ത ഇരിപ്പുണ്ട്, ഇവിടെ മത്തായിമാപ്പിള ഇരിപ്പുണ്ട്, ഇവിടെ കുര്യാക്കോശേട്ടൻ ഇരിപ്പുണ്ട്, ഇവിടെ കുഞ്ഞമ്മമാലി ഇരിപ്പുണ്ട്. പടച്ചോനെ, കൊച്ചാപ്പ മരിക്കാൻ പോവാണല്ലോ. അല്ലാ, കൊച്ചാപ്പാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കേണ്ട സമയമാണിത്. അങ്ങോട്ട് കയറി അങ്ങോട്ട് ചൊല്ലി കൊടുത്തെങ്കിലോ. ആ ഐഷാമാത്താത്ത ആ റസിയപ്പെണ്ണ അപ്പുറം ഇരിക്കണു, ഇപ്പുറത്താണ് ഈ കുര്യാക്കോസ് നോക്കിയിരിക്കണു. കൊച്ചാപ്പ അങ്ങോട്ട് മരിച്ചോളൂ. ഇതാണ് നാണമുള്ള നാക്ക്. മനസ്സിലായണ്ട? കുര്യാക്കോസ് കേട്ടാലും വേണ്ടില്ല, ആമിനത്താത്ത കേട്ടാലും വേണ്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മക്കള് പറഞ്ഞു കൊടുക്കരുത് കേട്ടാ. മക്കളും ഉമ്മാക്കും ബാപ്പാക്കും പറഞ്ഞു കൊടുക്കരുത്, അത് വേദന ഉണ്ടാക്കുന്നു. അകന്ന ബന്ധുക്കള്, അയൽവാസികള്, അങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞു കൊടുക്കാവുള്ളൂ. മക്കള് പറയാതിരിക്കരുത്. അള്ളാഹുവേ, ഞങ്ങളുടെ മയ്യത്ത് പടച്ചവനെ, ഞങ്ങളുടെ പൊന്നോമനകളെ കൊണ്ട് നീ പരിപാലിപ്പിച്ച് തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളുടെയും പേരക്കുഞ്ഞുങ്ങളുടെ ഒന്നും മയ്യത്ത് കാണാനും ഇടക്കാനും ഞങ്ങൾക്ക് വിധി തരല്ലേ അല്ലാ. അങ്ങനെ വിധി കൊടുത്തവർക്കൊക്കെ ക്ഷമിക്കാനുള്ള ഈമാനിയായ ഖുവ്വത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഇവിടെ ശ്രദ്ധിച്ചേ, ഈ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല അൻഹു തങ്ങളുടെ ഹദ്റത്തിൽ നിന്ന് ശിഷ്യന്മാർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഹനഫി ഇമാമിന്റെ വായിൽ നിന്നൊരു ശബ്ദം,
ശിഷ്യൻ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഹനഫി ഇമാമിന്റെ വായിൽ നിന്നല്ല ഖൂലു ഹകദാ, ഈ വാക്ക് ഞാൻ പറയുകയില്ല. അല്ലാഹു അക്ബർ. ശ്രദ്ധിക്കണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശിഷ്യൻ പറഞ്ഞു കൊടുത്തപ്പോ ഉസ്താദ് പറയുന്നു ഈ വാക്ക് ഞാൻ പറയൂല. ശിഷ്യന്മാര് മുഖത്തോട് പോകാൻ നോക്കാൻ തുടങ്ങി. പഠിച്ചവനെ, ഇത്രയും കാലം ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തന്ന മഹാനാണല്ലോ, ഇപ്പൊ ഈമാനില്ലാതെ ചാവാൻ പോവാണല്ലോ അല്ലാഹ്. എല്ലാ ശിഷ്യഗണങ്ങളും അന്തം വിട്ട് നിൽക്കുമ്പോൾ ഇമാമല്ലാതെ മകൻ കണ്ണു തുറന്നു. മക്കളെ, ഈ അവസാന സമയത്ത് നിങ്ങൾക്ക് ഇൽമു പറഞ്ഞു തരാൻ അല്ലാഹ് എനിക്ക് വിധി തന്നിരിക്കുക. ഞാൻ വേദന താങ്ങുന്നില്ലേ, എന്റെ ഹൃദയം തകരുകയാണ്. എന്നാൽ ഇപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അല്ലാഹ് എനിക്ക് തൗഫീഖ് തന്നിട്ടുണ്ട്. ഞാൻ ലാ ഖൂലു ഹകദാ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടായി, പക്ഷേ നിങ്ങളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല ഞാൻ മറുപടി തന്നത്. എന്റെ അടുക്കൽ തലയെ കെട്ടുള്ള ആള് വന്നു. ആ മനുഷ്യന് താടിയുണ്ട്, അയാൾക്ക് നിസ്കാര തയമ്പുണ്ട്, കയ്യിൽ തസ്ബീഹിന്റെ മാലയുണ്ട്, കണ്ടാൽ നല്ല ഒന്നാം നമ്പർ സൂഫിയാണ്. അയാൾ എന്നോട് പറഞ്ഞു, ഇമാമുൽ ആളമേ, നിങ്ങൾ താങ്ങാൻ പറ്റാത്ത വേദനയിലാണല്ലോ, അതിന്റെ കടുപ്പത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിയിരിക്കുകയാണല്ലോ. നിങ്ങളുടെ വേദനയ്ക്ക് എളുപ്പം കിട്ടാൻ നിങ്ങളൊരു വാക്ക് പറയണം, ഈസാ ഇബ്നുല്ലാഹ്. ഖൈറുൽ അദിയാനി ദീനുൻ നസാറാ. ലോകത്ത് വന്ന മതവിശ്വാസങ്ങളിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ട മതവിശ്വാസം നസാറ മതവിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഈസാ ഇബ്നുല്ലാഹ്. ഈസാ ഇബ്നുല്ലാഹ് എന്നൊരു വാക്ക് പറഞ്ഞാൽ ഈ മരണത്തിന്റെ ഭയാനകമായ വേദനയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം സഹോദര. ഇതെന്നോട് താടിക്കാരൻ പറഞ്ഞപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ലാ ഖൂലു ഹകദാ, ഈ വാക്ക് ഞാൻ പറയില്ല. അവിടുന്ന് പുറത്താക്കിയില്ലേ സ്വർഗത്തിന്ന്. അപ്പൊ എന്താ പറഞ്ഞേ? ഈ ആദമിന്റെ സർവ്വ മക്കളെ ഞാൻ വഴിയൊഴിപ്പിക്കും. അല്ലാഹു തആല പറഞ്ഞു, ഇഖ്ലാസുള്ള എന്റെ അടിയാറുകളെ വഴിയൊഴിപ്പിക്കാൻ നിനക്ക് കിട്ടൂല. ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. ഇഖ്ലാസുള്ളവരെ കിട്ടൂല, അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുന്നവരെ കിട്ടൂല. ഇത് എപ്പോഴാ ബഹുമാനികളെ ഈ വഴിയൊഴിപ്പിക്കുന്നത്? ഈ വഴിയൊഴിപ്പിക്കുന്ന അന്ത്യ ടൈമിലാണ്. കണ്ട, അവസാന സമയത്ത് തലയെ കെട്ടി വെച്ച്, താടി വെച്ച്, നിസ്കാര തൈമ്പ് വെച്ച്, തസ്ബീഹിന്റെ മാലയും പിടിച്ച് ലാനത്താക്കപ്പെട്ട ശൈത്താൻ അവൻ വന്നിട്ട് പറയുന്നു, വേദനയ്ക്ക് ശമനം കിട്ടണോ? താങ്ങാൻ പറ്റാത്ത വേദന കിടക്കുമല്ലേ, ഇതിന് രക്ഷ കിട്ടണോ? ഈസാ ഇബ്നുല്ലാഹ് എന്നൊരൊറ്റ വാക്ക് പറഞ്ഞോ, നല്ല സുഖം കിട്ടും. താങ്ങാൻ പറ്റാത്ത വേദന അനുഭവിക്കുമ്പോൾ കിട്ടുന്ന മരുന്ന് ഹലാലോ ഹറാമോ എന്ന് രോഗി അന്വേഷിക്കൂല. ഹൈദരാലി വയറുപത്തി പിടിച്ചോണ്ട് ചാരായം കുടിക്കാൻ പോയത് ഓർക്കണ്ട, ബ്രാൻഡിയിൽ ഗുളിയിട്ട് കഴിക്കാൻ പോയത് ഓർക്കണ്ട. ഹലാലും ഹറാമും മൊയിലാർക്ക് വേദനയില്ല, വയറുവേദന എനിക്കാ. തൽക്കാലം ഇച്ചിരി ബ്രാൻഡിയിൽ ഗുളി കഴിച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹ് പറയാം, പോയത് ഓർക്കണ്ട. അത് തന്നെ. ഇപ്പൊ എന്റെ വേദനയ്ക്ക് ശമനം കിട്ടാൻ ഈ ഒരു വാക്ക് പറഞ്ഞാൽ മതിയെങ്കിൽ ഈസാ ഇബ്നുല്ലാഹ്, 5 നേരത്തെ ഗുളിക കഴിക്കാത്ത സർവ്വമോനും സർവ്വമോളും പറയും ഈസാ ഇബ്നുല്ലാഹ് ഈമാനില്ലാതെ ചത്തു, ഈമാനില്ലാതെ ചത്തു. ഈ സമയത്ത് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 5 നേരത്തെ ഗുളികാദാഊസിക്കും ബിസ്സലാ. ഇതാരും മരണസമയത്തുള്ള അപകടം, മനസ്സിലായ? മരണസമയത്താണ് അപകടം. ഈ അപകടത്തിൽ രക്ഷപ്പെടാൻ 5 നേരത്തെ ഗുളിക കഴിച്ചോ. മരണാനന്തരമുള്ള ഉറക്കമേതാ? നബി മുഹമ്മദ് റസൂലുള്ളാഹി ഇദാ ഉദ്ഖിലൽ മയ്യിത്ത, നബി തങ്ങൾ പഠിപ്പിക്കാൻ, ഒരു മയ്യത്തിനെ ഖബറിലേക്ക് വെച്ചാൽ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം എത്തുന്നു, ഐഖലാക അജ്ലസാക, ഉണർത്തുന്നു, എഴുന്നേൽപ്പിച്ചിരുത്തുന്നു. ഖബറിലേക്ക് ആദ്യം എന്റെ പരിപാടി. ഇതൊക്കെ വിശ്വസിക്കൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. തങ്ങൾ പഠിപ്പിച്ചെന്നതാ. ഖബറിലെ ഫിത്നയിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ റഹ്മാനെ. മുൻകർ നക്കീറും വന്നു, എണിപ്പിച്ചിരുത്തപ്പോ ഇയാള് ഈ കണ്ണിനകത്തൊക്കെ പഞ്ഞേറ്റി വെച്ചേക്കണാരാണോ ഉണ്ടോ? അതൊക്കെ മൂക്കിലും മഞ്ഞേറ്റി വെച്ചേക്കുള്ള ഇത് എന്താണ് വടപ്പ്? ഇത് ചെവിയിലും കയറ്റി വെച്ചേക്കും. ഇതൊക്കെ തൂത്തൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോകുന്ന നിലയിൽ സൂര്യനെയാണ് ഇയാൾ കാണുന്നത്. ആണാകട്ടെ പെണ്ണാകട്ടെ ഖബറിനകത്ത് ഇങ്ങനെ കണ്ണു തുറന്നു നോക്കുമ്പോൾ സൂര്യൻ അസ്തമയത്തിന്റെ അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ മുമ്പിലിരിക്കുന്നവർ ചോദിക്കുന്നു, മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഇഖ്വാനുക. ഇങ്ങനെ ചോദ്യങ്ങൾ അങ്ങോട്ട് കേൾക്കുമ്പോൾ
ഈ കണ്ണ് തിരുമിക്കൊണ്ട് തുറന്ന് സൂര്യനെ കണ്ടതായ ആണാകട്ടെ പെണ്ണാകട്ടെ പറയുന്നു ദഊനി ഉസല്ലി. സൂര്യ നിസ്കരിക്കട്ടോ, നിക്കരിച്ചിട്ട് അല്ലാഹയോ റസൂലോ ദീനോ എന്ത് വേണം നിങ്ങളുടെ എല്ലാ സംശയവും ഞാൻ തീർത്തരാം, ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ, സൂര്യൻ അസ്തമിക്കാൻ പോവാണ്. ഇത് റസൂൽ പഠിപ്പിക്കുന്ന ദഊനി ഉസല്ലി, ഞാനൊന്ന് നിസ്കരിക്കട്ടെ എന്ന് ഈ പടപ്പ് പറയും. ഇങ്ങനെ പറയുമ്പോൾ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഏ സഹോദരായ സഹോദരി, നിങ്ങളിപ്പോൾ ഖബറിലാണ്, ഞങ്ങളെ പടച്ചോൻ പറഞ്ഞയച്ച മുൻകർ നക്കീറാണ്, ഈ അടിമയുടെ വർത്തമാനം കേൾക്കൂ എന്ന് പറഞ്ഞയച്ചതാണ്. ഇത് കേൾക്കാനാ ഞങ്ങൾ വന്നത്. ഇനി നിങ്ങൾക്ക് നമസ്കാരമില്ല, നിങ്ങൾ ഇതാ ഇതൊന്ന് ധരിച്ചാൽ സ്വർഗത്തിലെ ഉടയാടകൾ ധരിപ്പിക്കുന്നതാണ്, സ്വർഗത്തിലെ വിരിപ്പ് വിരിക്കുന്നതാണ്, സ്വർഗത്തിലെ സുഗന്ധങ്ങൾ പൂശിക്കൊടുക്കുന്നതാണ്. എന്നിട്ട് അടിമയോട് പറയുന്നു, മണവാളനും മണവാട്ടിയും ഉറങ്ങുന്നത് പോലെ സുഖമായിട്ട് ഉറങ്ങിക്കോ. മണവാളനും മണവാട്ടി ഉറങ്ങുന്നത് പോലെ. അതെങ്ങനെയാണെന്ന് ഇപ്പൊ കല്യാണം കഴിക്കാത്ത പിള്ളേരോട് പറഞ്ഞാൽ മനസ്സിലാവൂല. ബാങ്ക് വിളിക്കുമ്പോ അങ്ങനെ തട്ടുമ്പോഴേ എന്ത് ബാങ്ക് വിളിച്ചു, അല്ലോ ഇപ്പൊ അങ്ങ് ഉറങ്ങിയല്ലേ ഉള്ളു പഠിച്ചവന്, ഇത്ര വെട്ടുന്ന സമയമായോ? സാരമില്ല, 12 മണിക്കൂർ കഴിഞ്ഞാൽ ഇനി രാത്രി വരുമല്ലേ. ഇങ്ങനെ തന്നെയാ ഈ ഖബറിൽ എഴുന്നിട്ട് ഇസ്രാഫീൽ അങ്ങോട്ട് ഊതിക്കഴിയുമ്പോ അടിയിന്നിങ്ങനെ പൊങ്ങുകയാണ് മുകളിലേക്ക്. ഉയർന്നു നിൽക്കുന്ന മനുഷ്യൻ ചോദിക്കുന്നു, അല്ല ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നല്ലോ, ഇതാരാ ഞങ്ങളെ ഉറക്കത്തിന് എഴുന്നേൽപ്പിച്ചേ? അങ്ങനെ എന്നിട്ട് റഹ്മാൻ, ഓ ഇത് റഹ്മാനായ റബ്ബ് കരാർ ചെയ്ത ദിവസമാണല്ലോ, അള്ളാഹുവിന്റെ റസൂല് ഞങ്ങൾക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്ന ദിവസമാണല്ലോ, ഇതാണല്ലോ ഖിയാമത്ത് നാള്. ഉറക്കത്തിന്റെ എഴുന്നേറ്റ് ആദ്യം ചോദിച്ചതാ, ഞങ്ങൾ ഈ ഉറക്കത്തിന് ആരാ എണിപ്പിച്ചത്? ഉറക്കമാണ്, മരണാനന്തരമുള്ള ഉറക്കം. ഈ ഉറക്കം കിട്ടണമെങ്കിൽ സൂര്യനെ കണ്ടപ്പോൾ, ആരാ സൂര്യനെ കണ്ടപ്പോൾ? ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ ഒരു മഗ്‌രിബിന്റെ ടൈമിൽ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുവാണ്. അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം. അല്ല ബാവുസിലാരാണല്ലോ. അതെ ഹുസൈനാജി, എന്താ ഇപ്പൊ ഇങ്ങനെ? ഞാൻ ഈ വഴിക്ക് അപ്പോഴേ ചായ നല്ല പത്തിരിച്ച ഉണ്ടാക്കിയിരിപ്പുണ്ട്, ഇൻഷാ അല്ലാഹ് കഴിക്ക്. അല്ല അതെ ഞാൻ നിക്കരിച്ചിട്ടില്ല. ഇത് നിസ്കരിക്കണ ആൾക്കായി ഈ ചിന്ത വരുവുള്ളൂ. രാവിലെ എഴുന്നേറ്റാൽ പശുവിനെ കറക്കാൻ പോവല്ല, അടുക്കളയിലേക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പോവല്ല, പഠിച്ചവനെ കിഴക്ക് വെളുത്തു, അല്ലാഹ് സുബ്ഹി നിസ്കരിച്ചില്ലല്ലോ. അത് കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു, അടുക്കളയിലേക്ക് കയറി ഭക്ഷണമൊക്കെ പാകപ്പെടുത്തി, മക്കളെ വിട്ടു, ഭർത്താവിനെ വിട്ടു, ഉപ്പാക്ക് കൊടുത്തു, ഉമ്മാക്ക് കൊടുത്തു, വസ്ത്രം കഴുകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയാൽ കഴുകിക്കൊണ്ടിരിക്കുമ്പോ മുകളിലേക്ക് കൊണ്ട് പഠിച്ചവനെ സൂര്യൻ എവിടെ എത്തി? അല്ലാഹ് ളുഹറായോ ആയാൽ അപ്പ അലക്കല് നിർത്തുകയാണ്, ഒതുവെടുക്കുന്നു, ചട്ടയിടുന്നു, വക്കരയിടുന്നു, നിസ്കരിക്കുന്നു. സൂര്യൻ പോകുന്ന നോക്കണേ, പണി ഇവിടെ നടക്കണ്ട്. പണി നടക്കുന്നുണ്ടെങ്കിൽ സൂര്യൻ എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങനെ സമയത്തിനെ നോക്കിയവര് ദുനിയാവിൽ ജീവിച്ചപ്പോ എന്ത് തിരക്കുണ്ടെങ്കിലും എന്ത് പണിയുണ്ടെങ്കിലും ഹൃദയത്തിനെ പള്ളിയുമായി ബന്ധപ്പെടുത്തിയവനെ. എന്നെ പറ്റി പറഞ്ഞ അങ്ങനെയാ. രാവിലെ ചെന്ന് കട തുറന്നു, കച്ചവടം പൊടി പൊടിക്കുക, അപ്പോഴും നോക്കുന്നുണ്ട് 12 ആയോ 12 ആയോ. 12 ആയപ്പോ പറഞ്ഞു കച്ചവടം വാങ്ങാൻ വന്നവരോട്, നിക്ക് 10 മിനിറ്റ് പോയിട്ട് ഇപ്പൊ തന്നെ വരാം. ചിലപ്പോൾ ഷട്ടറിടും, അല്ലെങ്കിൽ പണിക്കാരനാണെന്ന് നോക്കാൻ പറയും. 10 മിനിറ്റ്. എത്ര ജോലിയാണെങ്കിലും നമസ്കാരം വിട്ടിട്ടുള്ള കളിയില്ല. ഇങ്ങനെയുള്ളവരാ ഖബറിനകത്ത് അസ്തമയ സൂര്യനെ അന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ പറയുന്നു, ദഊനി ഉസല്ലി. ഇതാണ് 5 നേരത്തെ നിസ്കാരം. മരണസമയത്തുള്ള അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, മരണാനന്തരം സുഖമായിട്ട് ഉറങ്ങാൻ ഊശിക്കും ബസ്സലാത്ത്. ഇതാണ് സക്രാത്തിന്. അല്ലാണ്ട് സക്രാത്തിന്റെ വേദന നീങ്ങലല്ല, സക്രാത്ത് സമയത്തുള്ള അപകടം. അതിനാണ് ഗൈനക്കോളജിസ്റ്റ് പെണ്ണുമ്പിള്ളക്ക് മരുന്ന് തന്നത്. ബഹുമാനികളെ, ഈ ഗുളിക കൃത്യമായിട്ട് കഴിക്കണം. ഓഫീസിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ രാത്രി 9 മണി. പെണ്ണുമ്പിള്ളട്ട് ചോദിച്ചു, നീ ഗുളികയും ടോണിക്കും? അല്ലോ എന്തേ? രാവിലെ നിങ്ങളാ തന്നത് മാത്രമേ കഴിച്ചുള്ളൂ, പിന്നെ ഒന്നും കഴിച്ചില്ല. ഇല്ല, എല്ലാം എടുത്തുണ്ടാ.
ഒരു ഗ്ലാസിനകത്തേക്ക് 10 മണിക്കത്തെ 2 സ്പൂണ്, ഉച്ചക്കത്തെ 2 സ്പൂണ്, 4 മണിക്കത്തെ 2 സ്പൂണ്, വൈകിട്ട് 6 മണിക്കത്തെ 2 സ്പൂണ്, ഇപ്പൊ രാത്രിത്തെ 10 മണിക്കത്തെ സ്പൂണ്. ഈ 10 സ്പൂൺ ടോണിക് ഒരു ഗ്ലാസ്സില്, 10 സ്പൂൺ മരുന്ന് വേറൊരു ഗ്ലാസ്സില്, 10 ഗുളിക ഉള്ളം കയ്യില്, വേറെ അടുത്ത 10 ഗുളിക വീണ്ടും, പിന്നെ അടുത്ത 10 ഗുളിക വീണ്ടും. ഇങ്ങനെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വായിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളവും കൊടുത്തു, ഈ ടോണിക്കും മരുന്നും കൊടുത്തു. നീ അപ്പുറം പോയി ഷട്ടൂരിട്ട് തിരിച്ചു വന്നപ്പോ മലന്ന് കിടന്നെ ഇങ്ങനെ കിടന്ന് കാണിക്കുക. എന്തേടി മിണ്ടണില്ല. വാരിയെടുത്ത് വണ്ടിയിലേക്ക് കയറ്റി കിടത്തി. കുറെ നേരം ആശുപത്രിയിലേക്ക് പോണ വഴിക്ക് ഓടുമ്പോ ബൈറ്റിൽ കിടന്നുണ്ട് പെടപെടപെടാന്ന് ഏതാണ്ട് തല്ലി പിടിക്കണ്ട്. ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോ തള്ളയും പോയി പുള്ളയും പോയി. എന്തുകൊണ്ട് പോയി? മരുന്ന് കൊണ്ടുപോയി, ടോണിക് കൊണ്ടുപോയി, ഗുളികയും കൊണ്ടുപോയി. ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് ഏറ്റവും കടുപ്പപ്പെട്ട നരകം. വയലെന്ന് പറയുന്ന ഏറ്റവും കടുപ്പപ്പെട്ട നരകം നിസ്കരിക്കുന്നവർക്കാണ്. ഏത് നിസ്കാരക്കാര്? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരുടെ നിസ്കാരത്തിൽ അവർ അശ്രദ്ധരാണ്. രാവിലെ സുബഹി നിസ്കരിക്കും, ഓഫീസിൽ പോകും, ളുഹറില്ല, അസറില്ല, മഗ്രിബിന്റെ ടൈം കഴിയുമ്പോഴത്തേക്കും പള്ളിയിലേക്ക് എത്തും. അങ്ങനെ മഗ്രിബിന്റെ അവസാന ടൈമാവും. മഗ്രിബ് നിസ്കരിക്കും, അത് കഴിഞ്ഞിട്ട് ളുഹർ ഖളാ വീട്ടും, അത് കഴിഞ്ഞ് അസർ ഖളാ വീട്ടും, അപ്പോഴത്തേക്ക് ഇശായാവും, ഇശായും കൂട്ടിയേക്കിരിക്കും. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, ഇങ്ങനെ നിസ്കരിക്കുന്നവർക്കാണ് വയലെന്ന് പറഞ്ഞെങ്കിൽ നിസ്കാരം കൊണ്ടാ രക്ഷപ്പെടുന്നത്, നിസ്കാരം കൊണ്ടാ നശിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആർക്കാ ശ്രദ്ധയുള്ളത്? വയസ്സായി കിടക്കേണ്ട ഉമ്മാടെ അല്ലെങ്കിൽ വാപ്പാടെ അടുത്തേക്ക് കയറി ചെല്ലുന്ന ഒരു മോൻ, അപ്പച്ചി മറ്റേ സുബിക്ക് എണിച്ചാർന്നോ? ഉവ്വ മോനെ എണിച്ചു. 5:30 എണിച്ചില്ല, 6:15 എണിച്ചു. അൽഹംദുലില്ലാ, എന്നാലും എഴുന്നേറ്റല്ലോ. മണി 1:30 2 അമ്മ. ളുഹർ നിസ്കരിച്ചാ? വയസ്സായി അവസ്ഥയിൽ കിടക്കണ തള്ളയാണ്, ളുഹർ നിസ്കരിച്ചാ? ഞാൻ ചോദിക്കട്ടെ, ഏത് മക്കളാ അന്വേഷിക്കണേ? ഏത് മക്കളാ ചോദിക്കണേ? ഇപ്പോഴത്തെ ചോദ്യം എന്നൊക്കെ പറഞ്ഞ പാപ്പാ ബൈറ്റിന്ന് പോയോ? പാപ്പാ ബൈറ്റിന്ന് പോയോ? ബൈറ്റിന്ന് പോയോ? നീ ബൈറ്റൊക്കെ തന്നില്ല, പിന്നെ തൊട്ടാ ബൈറ്റിന്ന് പോയോന്ന് ചോദിക്കാൻ. ഇപ്പോഴത്തെ ശൈലിയൊക്കെ പറഞ്ഞ ഉസ്താദ് വരുവാണ്. അസ്സലാമു അലൈക്കും. മുഞ്ഞാക്കാ, എങ്ങനെയുണ്ട്? ഇങ്ങനെ മലന്ന് തന്നെ കിടക്കോ ഉസ്താദെ, ചെരിയാൻ പോലും നിവൃത്തിയില്ല. നിസ്കരിക്കണുണ്ടോ? എങ്ങനെ നിസ്കരിക്കാനാ ഉസ്താദെ? അതോ, മനസ്സിൽ ഓർമ്മയുള്ള കാലം നമ്മളിൽ നിന്ന് ഒഴിവാകാത്ത ഒരേ ഒരു അമല നിസ്കാരം മാത്രമാണ്. എങ്ങനെയാ ഉസ്താദെ നിസ്കരിക്കണേ? അതേ, ഇങ്ങനെ നിവർത്തി തന്നെ തല വെച്ചോണ്ടിട്ട് നെയ്യത്താക്കണം. പടച്ചവനെ ളുഹർ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. എന്നിട്ട് അങ്ങനെ തന്നെ തല വെച്ചോണ്ടിട്ട് ഫാത്തിഹ ഓതണം. എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നിവർത്തണം. അതാണ് റുക്കൂ. സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി എന്ന് വെച്ചിട്ട് ഇങ്ങനെ സമീഅല്ലാഹു ലിമൻ ഹമിദ. എന്നിട്ട് ഇങ്ങനെ താട കൊണ്ടുവന്ന് ഇങ്ങനെ കഴുത്തേലേക്ക് മുട്ടിക്കണം. അതാ സുജൂദ്.